ഹലോ വെൽക്കം ടു ഐഷസ് അക്കാഡമി. അപ്പോൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. 5 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ പാർട്ട്ണർഷിപ്പ് നമുക്കറിയാം, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. 2 മാർക്സിന് വരുന്നുണ്ട്, 5 മാർക്സ് ഉണ്ട്, പിന്നെ 10 മാർക്സിന്റെ ക്വസ്റ്റ്യനും ഒക്കെ പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ പാർട്ണർഷിപ്പിൽ നിന്നുള്ളതും പിന്നെ അക്കൗണ്ടിങ്ങിന്റെ ബേസ്, അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളത് 5 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് XY ആൻഡ് Z ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3:2. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എക്സും വൈയും ഇസഡും 3 പാർട്ട്നേഴ്സ് ആണ്. അവര് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 5:3:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇസഡ് റിട്ടയർസ് ഫ്രോം ദി ഫേം. ഇസഡ് ഈ ഫേമിൽ നിന്ന് എന്തായി? റിട്ടയർ ചെയ്തു. ആൻഡ് ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ₹50,000. അപ്പോൾ ഇസഡ് റിട്ടയർ ആവുന്ന സമയത്ത് ഫേമിന്റെ ഗുഡ് വില്ല് എത്രയാണ് വാല്യൂ ചെയ്ത് വെച്ചേക്കുന്നത്? 50,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 2 കേസ് പറയുന്നുണ്ട്. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? അവർ ഓൾഡ് 3 പാർട്ട്നേഴ്സും എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്തിരുന്നുള്ള റേഷ്യോ പറയുന്നുണ്ട്. 5:3:2 പറഞ്ഞിട്ടുണ്ട്. ഇസഡ് റിട്ടയർ ആയ സമയത്ത് ഫേമിന്റെ ടോട്ടൽ ഗുഡ് വില്ല് 50,000 ആയിട്ട് വാല്യൂ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: ഗീവ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില്ല്. അതായത് ഒരു പാർട്ട്ണർ റിട്ടയർ ആകുന്ന ടൈമിൽ, അതായത് റിട്ടയർമെന്റിന്റെ ടൈമിലുള്ള ഗുഡ് വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 5 മാർക്സിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബേസ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാമോ? ഈ റിട്ടയർമെന്റിന്റെ സമയത്ത് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ 2 പാർട്ട്ണറോ അല്ലെങ്കിൽ ഇപ്പൊ ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാൾ റിട്ടയർ ആയി പോകുമ്പോൾ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റും കൂടെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ട്നേഴ്സിന് കിട്ടുന്നു. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ അവർക്ക് ഈ റിമൈനിങ് പാർട്ട്നേഴ്സിന് റിട്ടയറിംഗ് പാർട്ട്ണറിൽ നിന്ന് ഒരു ഗെയിൻ ആണ് കിട്ടുന്നത്, ഒരു നേട്ടം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റിട്ടയർമെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന പുതിയ റേഷ്യോ നമ്മൾ എന്തെന്ന് പറയുന്ന അറിയാമോ? ആ ഗെയിനിങ് റേഷ്യോ. അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ഏതാണ്? ആ ഗെയിനിങ് റേഷ്യോ എന്നാണ് നമ്മൾ പറയുന്നത്. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ഏതാണ് അത്? സാക്രിഫൈസിങ് റേഷ്യോ അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ അഡ്മിഷന്റെ സമയത്തുള്ള സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് 5 മാർക്സിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ 3 പാർട്ട്നേഴ്സിന്റെ XYZന്റെ ഓൾഡ് റേഷ്യോ നമ്മൾ എടുത്തെഴുതുക. ഓൾഡ് റേഷ്യോ എങ്ങനെയാണ്? 5:3:2 എന്ന് നമ്മൾ ഓൾഡ് റേഷ്യോ എടുത്തെഴുതി അല്ലേ? ആ ഓൾഡ് റേഷ്യോ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഫേമിന്റെ ടോട്ടൽ ഷെയർ എത്രയാണ്? ഓൾഡ് റേഷ്യോ 5:3:2 ആണെങ്കിൽ ടോട്ടൽ ഷെയർ എത്രയായിരിക്കും? ആ 5 + 3 + 2 = 10 ആണ് അല്ലേ? അപ്പൊ ടോട്ടൽ ഷെയർ = 10 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ടോട്ടൽ ഷെയർ 10 ആയിരിക്കുന്ന സമയത്ത് ഇസഡ് എന്ന് പറയുന്ന റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ നമ്മൾ വീണ്ടും അവിടെ എടുത്തെഴുതുക. ഇസഡിന്റെ ഷെയർ എത്രയാണ്? 2 ആണ്. റേഷ്യോയിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? എക്സ് വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ റേഷ്യോ ആണ് 5:3:2 എന്ന് നമ്മൾ പറഞ്ഞത്. ഇസഡ് ലാസ്റ്റ് വരുന്ന പാർട്ട്ണറാണ്. അപ്പൊ ഇസഡിന്റെ ഷെയർ എങ്ങനെയായിരിക്കും? 2 ആണ്. 2 ഔട്ട് ഓഫ് 10 ആണ്. അതായത് 10ല് 10 ഷെയർസ് ടോട്ടൽ ഫേമിനുണ്ട്. ഈ ഫേമിന്റെ ടോട്ടൽ ഷെയർ 10 ആണ്. അതിൽ 2 മാത്രമാണ് ആരുടെ ആയിരുന്നത്? ഇസഡിൻ്റെതായിരുന്നു. അപ്പൊ ഇസഡിന്റെ ഷെയർ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2/10 എന്ന് എഴുതും. ഓക്കെ, ഡൗട്ട് ഇല്ല. അടുത്ത് നമ്മൾ എന്തെടുത്തെഴുതും? ഇസഡിന്റെ ഷെയർ എഴുതിയിട്ട് നമ്മൾ ഫേമിന്റെ ടോട്ടൽ ഗുഡ് വിൽ ആണ് 50,000 അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഷെയർ ഗുഡ് വില്ലിന്റെ ഷെയർ 50,000 ആണെങ്കിൽ ഇസഡിന്റെ റിട്ടയർമെന്റിന്റെ സമയത്ത് ഇസഡിന് ഈ 50,000 എത്രയാണ് പോർഷൻ ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലേ? കണ്ടുപിടിക്കണം. ആ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇസഡിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ ആ ടോട്ടൽ ഷെയർ 50,000 ഇൻറ്റു ഇസഡിന്റെ പ്രോഫിറ്റ് ഷെയർ അവിടെ എത്രയാണുള്ളത്? ആ 2/10 അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 10,000 എന്ന് കിട്ടി. അതായത് ഈ 50,000 ഗുഡ് വില്ലിന് ഇസഡിനുള്ള ഷെയർ എത്ര മാത്രമാണ്?
10,000 ആണ്. ഓക്കെ, അതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. ആ 10,000 കിട്ടി. ഈ 10,000 എന്ന് പറയുന്ന ഗുഡ്വില്ലിന്റെ ഷെയർ ഇസഡിന് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആരുമായിട്ടാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ആരാണ്? ഗെയിനിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എക്സും വൈയും. ഇസഡ് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള പ്രോഫിറ്റ് ആരൊക്കെയുള്ളതാണ്? ആരുടെ? നമ്മുടെ എക്സിന്റെയും വൈന്റെയും പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ 10,000 എന്ന് പറയുന്ന ഗുഡ്വില്ല് എക്സിന്റെയും വൈയുടെയും ക്യാപിറ്റലുമായിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അവരാണ് ഈ എമൗണ്ട് ആരൊക്കെ കൊടുത്തു വിടേണ്ടത്? ഇസഡ് ആകുന്ന റിട്ടയറിംഗ് പാർട്ട്ണറിന് കൊടുത്തു വിടേണ്ടത്. അവരിത് ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? ഈക്വലി ആണോ? 1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണോ? 5,000 പകുതി വീത അല്ല. അവർ ഇത് കൊടുക്കുന്ന റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ഗെയിനിങ് റേഷ്യോ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ആ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഗെയിനിങ് റേഷ്യോ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഗെയിനിങ് റേഷ്യോ കിട്ടും കേട്ടോ. 5:3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ 2 ഷെയർ ഉള്ള ആള് പോയി. ഗെയിനിങ് റേഷ്യോ അപ്പൊ എത്രയാണ്? 5:3 ആണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗെയിനിങ് റേഷ്യോ വെച്ചിട്ട് എക്സ് ഈ 10,000 ഗുഡ്വില്ലിൽ നിന്ന് എത്ര രൂപ ഇസഡിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇസഡ് ഷെയർ ഓഫ് ഗുഡ്വിൽ എമംഗ് ഗെയിനിങ് പാർട്ട്നേഴ്സ് എക്സ് ആൻഡ് വൈ ഇൻ ദെയർ ഗെയിനിങ് റേഷ്യോ. അപ്പൊ ഈ പറയുന്ന റിട്ടയറിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള ഇസഡിന്റെ 10,000 ഷെയർ ഓഫ് ഗുഡ്വില് അതില് റിമൈനിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തിയും എക്സും വൈ എത്ര കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സ് എത്ര കൊടുക്കേണ്ടി വരും? എക്സ് എത്ര കൊടുക്കും നോക്കാം. എക്സ് ഷെയർ ഓഫ് കോൺട്രിബ്യൂഷൻ, എക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ 10,000 ഇൻറ്റു എക്സിന്റെ ഗെയിനിങ് ഷെയർ എത്രയാണ്, അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ എത്രയാണ് നമ്മൾ പറഞ്ഞു? 5/8. ഓൾഡ് റേഷ്യോ ആയിരുന്നു 10 അല്ലേ? ഇവിടെ ഇപ്പൊ എത്രയേ ഉള്ളൂ? 8 ഷെയർസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗെയിനിങ് റേഷ്യോയിൽ വരുമ്പോഴത്തേക്കും 10,000 ഇൻറ്റു 5/8 എന്ന് പറയുമ്പോൾ എക്സ് ഈ 10,000-ല് 6,250 രൂപ ആർക്ക് കൊടുക്കണം? ഇസഡിന് കൊടുക്കണം. അപ്പൊ വൈ എത്രയാണ് കൊടുക്കേണ്ടത്? ആ വൈസ് കോൺട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വൈയുടെ കോൺട്രിബ്യൂഷനും 10,000 ഇൻറ്റു വൈയുടെ ഷെയർ എത്രയാണ്? ഗെയിനിങ് ഷെയർ എത്രയാണ്? 3 ആണ് അല്ലെ? 3/8. അപ്പൊ 10,000 ഇൻറ്റു 3/8 എന്ന് പറയുമ്പോൾ വൈ കൊടുക്കേണ്ടത് 3,750 ആണ്. ഓക്കെ, അപ്പോ എക്സ് കൊടുക്കേണ്ട എമൗണ്ടും കണ്ടുപിടിച്ചു, വൈ കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളടുത്ത് പറഞ്ഞത് എന്താണ്? ഇതിന്റെ ജേണൽ എൻട്രി ആണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അതും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ 5 മാർക്സ് നമുക്ക് കിട്ടും. ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ കാണാതെ അങ്ങ് പഠിക്കുക. റിട്ടയർമെന്റിന്റെ സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണറിന് ഗുഡ്വില്ല് കൊടുക്കുന്ന ജേണൽ എൻട്രി റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇവിടെ റിമൈനിങ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എക്സ് വൈയും ആണ്. ഓക്കെ, അപ്പൊ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഇസഡ്സ് ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ എമൗണ്ട് എങ്ങനെ വരും? എക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. അപ്പൊ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,250, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 3,750 ടു ഇസഡ്സ് ക്യാപിറ്റൽ ടോട്ടൽ എത്രയാണ്? 10,000. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 5 മാർക്സ് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് കേട്ട് പഠിച്ച് ഒന്ന് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ മെൻഷൻ ദ ടൈപ്പ് ആൻഡ് 2 അഫക്റ്റഡ് അക്കൗണ്ടിങ് എലമെന്റ്. അതായത് കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്, ഒരു 5 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ആ ഓരോ ട്രാൻസാക്ഷനിലും വരുന്ന കാര്യങ്ങൾ ഏത് ടൈപ്പാണ്, ആ എലമെന്റുകൾ ഏത് ടൈപ്പാണെന്നും അത് എന്ത് എഫക്റ്റ് ആണ് ബിസിനസ്സിൽ ഉണ്ടാക്കുന്നതെന്നും എഴുതുക എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അക്കൗണ്ടിങ് ഇക്വേഷനിലെ ഏരിയയിൽ നിന്ന് വരുന്നതാണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഈ ട്രാൻസാക്ഷനിൽ എന്ത് കാര്യമാണ് സംഭവിച്ചത്? ആ ബിസിനസ്സിൽ എന്ത് വന്നു? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ ക്യാഷ് കൊണ്ടുവന്നു, അതായത് അത് ക്യാപിറ്റലായിട്ട് മാറി. അപ്പൊ 2 കാര്യങ്ങൾ ബിസിനസ്സിൽ വന്നു. ബിസിനസ്സിൽ എന്തൊക്കെ വന്നു? ക്യാഷും വന്നു, ക്യാപിറ്റലും വന്നു അല്ലെ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അതുപോലെ എടുത്ത് എഴുതിയിട്ട് എന്തെഴുതും? അവിടെ വന്നിട്ടുള്ള 2 എലമെന്റ്, ഒന്നെന്ന് പറഞ്ഞാല് ക്യാഷും പിന്നൊന്നെന്ന് പറഞ്ഞാൽ ഏതാണ്? ക്യാപിറ്റലുമാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പാണ്? അസറ്റ് ആണ്. ക്യാഷിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്തെന്ന് എഴുതാം? അസറ്റ് ആണെന്ന് എഴുതാം. അസറ്റിൽ എന്ത് ചേഞ്ച് ആണ്, എന്ത് എഫക്റ്റ് ആണ് വന്നത്? ക്യാഷ് കൂടിയില്ലേ ഇവിടെ അല്ലെ? ബിസിനസ്സിലോട്ട് ക്യാഷ് വരെയല്ലേ ചെയ്ത. അപ്പൊ ക്യാഷ് അസറ്റ് ആണ്, അത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അടുത്ത എലമെന്റ് എന്താണ്? ക്യാപിറ്റൽ. ക്യാപിറ്റലിനെ നമ്മൾ എന്തെന്ന് തന്നെ എഴുതും? അക്കൗണ്ട് ഇക്വേഷനിൽ നമ്മൾ ക്യാപിറ്റൽ എന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പൊ ക്യാപിറ്റൽ
ക്യാപിറ്റൽ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ 2 എലമെന്റ് അത് ഏത് ടൈപ്പ് ആണെന്നും അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഫക്ട് എന്താണെന്ന് നമ്മൾ എഴുതി. രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് എന്താണ്, പർച്ചേസ് ഗുഡ്സ് അല്ലേ, സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ട്രാൻസാക്ഷൻ അതുപോലെ എഴുതി, ആ പർച്ചേസ് ഗുഡ്സ് എന്ന് എഴുതി. ദാറ്റ് മീൻസ് അവിടെ എന്ത് വന്നു, ഗുഡ്സ് വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു, സ്റ്റോക്ക് വന്നെന്ന് പറയും. അപ്പൊ ഗുഡ്സ് ഓർ സ്റ്റോക്ക് അവിടെ വന്നു. അതോടൊപ്പം പർച്ചേസ് ചെയ്യുന്ന പറയുമ്പോൾ എന്ത് പോവും, പൈസ പോവൂലേ. അപ്പൊ 2 കാര്യങ്ങളാണ്, 2 എലമെന്റ്സ് ആണ് അവിടെ ഉള്ളത്. ഒന്ന് സ്റ്റോക്കും പിന്നൊന്ന് ക്യാഷും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് അല്ലേ, സ്റ്റോക്ക് അസറ്റ് ആണ്. അതിന് എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ചെയ്തു. ഒരു സാധനം വാങ്ങി, പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ വാങ്ങിയപ്പോ വാങ്ങിയ സാധനം അസറ്റായി, അത് കൂടി. എന്ത് പോയി, നമ്മുടെ ക്യാഷ് എന്ന് പറയാം, നമ്മൾ ക്യാഷ് കൊടുത്തല്ലേ സാധനം വാങ്ങിയത്, ക്യാഷ് പോയി. ക്യാഷിൽ നമ്മൾ എന്ത് എഴുതണം, ഡിക്രീസ് എഴുതണം. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് ആണ്. ഇവിടെ രണ്ടും എന്ത് തന്നെയാണ്, അസറ്റ് തന്നെയാണ്. ഒരു അസറ്റ് കൂടി വേറെ അസറ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഒരു എഫക്ട് എന്ന് പറയുന്നത്. അടുത്തത് പർച്ചേസ് ഫർണിച്ചർ. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, പർച്ചേസ് ഗുഡ്സ് പറഞ്ഞു. അടുത്ത അഗൈൻ നമ്മൾ പറയുന്ന ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ആണ്. ഇവിടെ എന്താണ്, ഒരു അസറ്റ് വന്ന അസറ്റിന്റെ പേര് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു. ഫർണിച്ചറിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ അസറ്റ് എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് അല്ലേ ചെയ്തത്, കൂടെ അല്ലേ ചെയ്തത്. അപ്പൊ ഇൻക്രീസ് എന്ന് എഴുതി. അടുത്ത് പൈസ കൊടുത്താണ് ഫർണിച്ചർ വാങ്ങിയത് അല്ലെ. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അടുത്തൊരു എലമെന്റ് ഇവിടെ വന്നു. ക്യാഷിന് എന്ത് സംഭവിച്ചു, ഡിക്രീസ് ചെയ്തു. ക്യാഷും എന്ത് തന്നെയാണ്, അസറ്റ് തന്നെയാണ്. അപ്പൊ മുകളിലത്തെ പോലെ തന്നെ മുകളിൽ നമ്മൾ സ്റ്റോക്കും ഗുഡ്സും ഇവിടെ എഴുതിയെടുത്ത് ഇവിടെ അസറ്റിന്റെ പേര് തന്നിരുന്നത് കൊണ്ട് ഫർണിച്ചർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ അസറ്റ് എന്ന് എഴുതി. അത്രേ ഉള്ളൂ. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാല് ബിസിനസ് അവരുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് എന്ത് ചെയ്തു, വിറ്റു. ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ വിറ്റപ്പോൾ തന്നെ എന്ത് കിട്ടി, ആ പൈസ കിട്ടി. ക്യാഷ് സെയിൽസ് ആണ് നടന്നത് അല്ലെ. അങ്ങനെ എടുത്ത് പറയാൻ കാരണം സെയിൽസ് നമുക്കറിയാം 2 തരത്തിലുണ്ട്, ക്യാഷ് സെയിൽസ് എന്നും ക്രെഡിറ്റ് സെയിൽസ് എന്നും പറയും അല്ലെ. അപ്പൊ ഇവിടെ നടന്നത് എന്താണ്, ക്യാഷ് സെയിൽസ്. സാധനം വിറ്റു. ഇവിടെ ബിസിനസ്സിൽ ഇരുന്ന സ്റ്റോക്ക് കുറഞ്ഞു. സ്റ്റോക്ക് കുറയാൻ കാരണം എന്താണ്, സെയിൽസ് നടന്നു. അപ്പൊ അത് പുറത്തോട്ട് കൊടുത്തപ്പോൾ ഇങ്ങോട്ട് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. അപ്പൊ അവിടെ എന്തൊക്കെയാണ്, ക്യാഷ് കിട്ടി അല്ലെ. വന്നത് എന്താണ്, ക്യാഷ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ്. എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ചെയ്തു, കൂടുകയാണ് സംഭവിച്ചത് അല്ലെ. അപ്പൊ ക്യാഷ് അസറ്റ് അത് ഇൻക്രീസ് ചെയ്തു. കുറഞ്ഞത് എന്താണ്, എന്തോ ഒരു സാധനം കുറഞ്ഞല്ലേ, എന്താണ്, സ്റ്റോക്ക് ഇരുന്നതല്ലേ വിറ്റത്. അപ്പൊ സ്റ്റോക്ക് അസറ്റ് തന്നെയാണ്. അവിടെ എന്ത് സംഭവിച്ചു, ഡിക്രീസ് സംഭവിച്ചു. ഓക്കെ. അടുത്ത ലാസ്റ്റ് വൺ പെയ്ഡ് സാലറി. അപ്പൊ പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ 2 എലമെന്റ് ഉണ്ട്. സാലറിയും എന്തുവാണ്, ക്യാഷും ആണ് അല്ലെ. സാലറിയും പെയ്ഡും എന്ന് നമ്മൾ പറയോ, ഇല്ലല്ലോ. പെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാഷ് പോയി എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പൊ ആ സാലറിയും ക്യാഷും ആണ്. സാലറി എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ്, അസറ്റ് ആണോ, അല്ല. അസറ്റ് അല്ല, ലൈബിലിറ്റി അല്ല. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, എക്സ്പെൻസ് ആണെന്ന് നമുക്കറിയാം. എക്സ്പെൻസ് വരുമ്പോൾ അത് നമ്മുടെ ക്യാപിറ്റലിൽ കുറയുന്ന ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കുക. ഏതിപ്പോ സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ് എന്നൊക്കെ വന്നാൽ അതിന്റെ എഫക്ട് ആ സംഭവം എന്താണ് നമ്മൾ എഴുതും. സാലറി ആണെങ്കിൽ സാലറി, റെന്റ് ആണെങ്കിൽ റെന്റ് എന്ന് എഴുതും. എന്നിട്ട് എന്ത് പറയും നമ്മള്, അതെന്താണ് അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിൽ എന്തുണ്ടാവും, കുറവുണ്ടാവും. പിന്നെ ക്യാഷും എന്താണ്, ക്യാഷും അസറ്റാണ്. ക്യാഷ് അസറ്റാണ്. അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഡിക്രീസ് സംഭവിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് പേയ്മെന്റ് നടത്തി എന്ന് പറഞ്ഞിരുന്നാല് ആ ഒരു എക്സ്പെൻസിന്റെ പേരെഴുതും, എക്സ്പെൻസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതും, ഡിക്രീസ് ക്യാപിറ്റൽ. ഓക്കെ. ക്യാഷിലും എന്ത് സംഭവിച്ചു, ക്യാഷ് അസറ്റ് ഡിക്രീസ് ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇത്ര എഴുതുമ്പോൾ നമുക്ക് എത്ര മാർക്ക്, 5 മാർക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതെല്ലാം ഒരു പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എക്സാം അടുത്ത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ 5 മാർക്സ് ക്വസ്റ്റ്യൻ കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവട്ടെ. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.